ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഡേറ്റ് സെപ്റ്റംബർ 15, സമയം ഏകദേശം 9 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഒരു ക്യാപ്പായിട്ട് ഓപ്പൺ ചെയ്ത് പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനൊന്നും തരാതെ ഒരു ഫ്ലാറ്റ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളിഷാണ്. കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു സ്ട്രക്ചർ വൈസ് നോക്കുവാണെങ്കിൽ ഒരു ഹയർ ഹൈ ഫോർമേഷൻ തന്നെയാണ് ഈ ഒരു 3 മിനിറ്റ് ചാർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പ്ലാൻ ഒരു ബുള്ളിഷ് വ്യൂ ആയതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മേ ബി ഈ ഒരു പുൾ ബാക്കിൽ ബയേഴ്സ് വന്ന് പൊസിഷൻ എടുത്ത് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ്. തൊട്ട് മുകളിൽ നമുക്ക് 55,000 ലെവലൊക്കെ ഉണ്ട്. നിഫ്റ്റി ഒരു ചെറിയൊരു ഡ്രോപ്പ് കാണുന്നുണ്ട്, ചെറിയൊരു നെഗറ്റീവ് വീക്ക്നെസ് കാണുന്നുണ്ട്. ബട്ട് ഫൈൻ, ഞാൻ ബാങ്ക് നിഫ്റ്റിയാണ് കൂടുതൽ ട്രേഡ് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുവാണ്. ബാങ്ക് നിഫ്റ്റി കോൾ ഓപ്ഷൻ 140 കോൺട്രാക്ട് ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് വലിയൊരു മൊമെൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ഒരു വ്യൂ അനുസരിച്ചിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു സ്ട്രക്ചർ വൈസ് ഒക്കെ നോക്കി ഡെഫിനറ്റ്ലി മാർക്കറ്റിലോട്ട് ബയേഴ്സ് വരാനുള്ള സാധ്യതകളാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പൊസിഷൻ ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ സിമ്പിൾ ലോജിക്കാണ്. അങ്ങനെ വലിയ ഒരുപാട് ഒരു റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അല്ലേ, വളരെ സിമ്പിളായിട്ടാണ് ട്രേഡുകൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ പുൾ ബാക്ക് വരുന്ന സമയത്തും ബയേഴ്സ് വന്ന് പൊസിഷൻ എടുത്ത് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. റൈറ്റ്, കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെയാണ്. അതിന് തൊട്ട് മുകളിൽ നമുക്ക് 55,000 ലെവൽ കൂടിയുണ്ട്. അതൊരു സൈക്കോളജിക്കൽ ലെവലാണ്. സോ നോർമലി ബയേഴ്സ് മേ ബി ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ വരെ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. റൈറ്റ്, അത് ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. ചിലപ്പോൾ മാർക്കറ്റ് ആ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് എടുത്തില്ലെങ്കിൽ ആ ലെവൽ ഒരു മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, പിന്നെ ഇന്ന് ആ ഒരു കൺഫ്യൂഷൻ ഉള്ളത് ഇന്നത്തെ മാർക്കറ്റ് വളരെ ഫ്ലാറ്റാണ്, ലോ വോളാറ്റൽ മാർക്കറ്റാണ്. റൈറ്റ്, തീരെ മൂവ്മെൻറ്റ് ഇല്ല. പ്രീമിയം ഒക്കെ ആണെങ്കിൽ അതാണ്. അപ്പം ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു ടാർഗറ്റ് അവിടെ കിട്ടാനുള്ള സാധ്യതകൾ ഉള്ളൂ. റൈറ്റ്, അപ്പോൾ ഈ ഒരു സിംഗ് ഹൈൻ്റെ മുകളിൽ ഇപ്പോൾ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ പുതിയ ബയേഴ്സ് വന്ന് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, സോ സ്റ്റോപ്പ് ലോസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് റിവേഴ്സിൽ വന്ന് താഴോട്ട് ഈ ഒരു സിംഗിൾ അവൻ്റെ താഴോട്ടൊക്കെ വരുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാനാണ്. ആൻഡ് ടാർഗറ്റ് മേ ബി 55,000 ലെവൽ. കാരണം ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ട്. കാരണം ആ ഒരു മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഒരു കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ് കൊണ്ടാണ്. അപ്പോൾ മേ ബി സൈഡ് വേസിലോട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്താം. അപ്പോൾ ഒരു മീഡിയം കോൺഫിഡൻറ്റോട് ഇരിക്കുന്ന ട്രേഡാണ്. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി. മാർക്കറ്റ് ഇവിടെ നിന്നാണ് എൻട്രി എടുത്തിരുന്നത്. പിന്നീട് അപ്സൈഡിലോട്ട് തന്നെ ഡയറക്ഷൻ മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ഡേ ഹൈ എങ്കിലും ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന രീതിയിൽ ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആണ്. കോൾ ഓപ്ഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ സ്പൈക്കുകൾ തരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഹൈയിൽ ജസ്റ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. പുതിയ ബയേഴ്സ് മാർക്കറ്റിൽ വരുവാണെങ്കിൽ, പുതിയ പാർട്ടിസിപ്പൻ്റ് വരുവാണെങ്കിൽ മാർക്കറ്റിനെ വീണ്ടും മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം എങ്ങനെയാണ് മൂവ്മെൻറ്റ് എന്നുള്ളത്. ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ മാത്രമേ ആ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മൊമെൻ്റൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളുള്ളൂ. ചെറിയ പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് ഡെയിലി ഒരു 30 പോയിൻ്റ് ഒക്കെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പ്രീമിയത്തിൻ്റെ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും വളരെ സ്ലോ മൂവ്മെൻ്റ് ആണ്. നോട്ട് ഫോർ ഓപ്ഷൻ ബയർ ഐ തിങ്ക്. റൈറ്റ്, അപ്പോൾ എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ ഒരു റിവേഴ്സിലേക്ക് വരുവാണെങ്കിൽ ചെറിയ ലോസിലോ എല്ലാം ബുക്ക് ചെയ്ത് മാറും. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ആ ഒരു ട്രേഡിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ബ്രേക്ക് ഈവൻ ചെറിയൊരു പ്രോഫിറ്റ്. സോ മാർക്കറ്റ് തീരെ മൂവ്മെൻറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നേനെ. തീരെ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. സോ ഫൈൻ, നല്ല മൂവ്മെൻ്റ് ഉള്ള മാർക്കറ്റ് ഇനിയും നാളെ നമുക്ക് വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡ് ഇല്ല. സോ എക്സിറ്റ് ചെയ്യാനുള്ള റീസൺ ഇതാണ്, വളരെ സ്ലോ മൂവ്മെൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, സോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.